നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും KPRP ന്യൂസിലോട്ട് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് KVP റോളക്സ്. പ്രധാന വാർത്തകൾ. സിറ്റിയിൽ ചൂട് കൂടി യുവാവിന് അപകടം. ചൂട് ഇനിയും കൂടുമെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ്. സിറ്റിയിൽ വൻ ലഹരി മാഫിയ, ഇരുട്ടിൽ തപ്പി പോലീസ് സംഘം. സിറ്റിയിൽ ന്യൂസ് റിപ്പോർട്ടർക്കെതിരെ വൈറ്റ് ഹൗസിൽ സർക്കാരിന്റെ ആക്രമണം. സിറ്റിയിൽ കൂൾ ഡ്രിങ്ക്സിൽ വിഷം കലർന്ന യുവാവിന് ഗുരുതരാവസ്ഥ. വാർത്തകൾ വിശദമായി. ലോസ് ആൻഡോസ് സിറ്റിയിൽ ചൂടിന്റെ അളവ് അതീവ്രാവസ്ഥയിൽ. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി സിറ്റിയിൽ പലയിടങ്ങളിലും കുയഞ്ഞു വീഴുകയും വണ്ടി കത്തിപ്പിടിക്കുകയും കൂടി വരുന്നു. ഇന്നലെ വൈകിട്ട് 7:30 മാലിന് സമീപത്തുള്ള റോഡിൽ നടന്ന അപകടത്തിന്റെ CCTV ഫുട്ടേജാണ് പ്രേക്ഷകർ കാണുന്നത്. അമിത ചൂട് സഹിക്കാൻ കഴിയാതെ കുയഞ്ഞു വീഴുകയായിരുന്നു റഷ്യൻ ഫാമിലിയിലെ റയാൻ എന്ന യുവാവ്. തൊട്ടടുത്ത് ഒരു ഇരുചക്ര വാഹനവും കത്തിപ്പിടിക്കുന്നത് കാണാം. ഉടൻ തന്നെ നാട്ടുകാർ ചേർന്ന് സിറ്റിയിലെ പ്രധാന ആശുപത്രിയിൽ എത്തിച്ചു. ചൂടേറ്റ് ഗുരുതരാവസ്ഥയിൽ കഴിയുകയാണ് എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത്. ഇതിനെതിരെ KPRP ഗവൺമെന്റ് ഒരു തരത്തിലുള്ള അറിയിപ്പും നൽകിയിട്ടില്ല. ഇപ്പോൾ എന്തെങ്കിലും പ്രധാന അറിയിപ്പോ മറ്റെന്തെങ്കിലും നിർദ്ദേശങ്ങളുണ്ടോ എന്ന് നോക്കാം. നമ്മോടൊപ്പം ഹെഡ് കോൺസ്റ്റബിൾ പരമശിവം ചേരുന്നു. പരമശിവം, എന്താണ് ഇതിനെതിരെ KP സർക്കാർ മുന്നോട്ട് വെക്കുന്നത്? ഏത് തരത്തിലാണ് നിർദ്ദേശങ്ങൾ? ഹലോ, ഞാൻ KP വീഡിയോ ഓഫീസറാണ് പരമശിവം. ഇങ്ങനെ പറയുന്നത്, ഇവിടെ സിറ്റിയിൽ ചൂട് നല്ല കൂടുതലാണ്. ഞങ്ങൾ പോലീസ് ഓഫീസേഴ്സ് തന്നെ വാഹനങ്ങളിൽ ആണെങ്കിലും എന്തിനേലും ഒന്ന് പോകുമ്പോൾ തന്നെ നല്ല രീതിയിൽ ചൂടെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് സൂര്യാഘാതം ഏൽക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. പിന്നെ നിങ്ങൾ അല്ലാതെ ഫാഷൻ ജോബ്സ് അല്ലാതെ ബാക്കി എല്ലാവരും ഉച്ച സമയങ്ങളിൽ പരമാവധി റെസ്റ്റൊക്കെ എടുക്കാൻ നോക്കുക. ഒരുപാട് തണുത്ത ആഹാരങ്ങൾ കഴിക്കും. ഹെഡ് കോൺസ്റ്റബിൾ പരമശിവമാണ് ഇപ്പോൾ ജനങ്ങളോട് സംസാരിച്ചത്. ഇനിയും ചൂട് കൂടാൻ സാധ്യതയുണ്ട്, എല്ലാവരും ജാഗ്രത പുലർത്തുക. ലോസ് ആൻഡോസ് സിറ്റിയിൽ ലഹരി വിൽപ്പന കൂടുന്നു. ഇതിന് പിന്നിൽ വൻ സംഘം. മാളിന് സമീപത്ത് ഇന്ന് രാവിലെ നടന്ന ലഹരി വിൽപ്പനയുടെ ദൃശ്യങ്ങൾ പുറത്ത്. കഴിഞ്ഞ ഒരുപാട് കാലമായി പോലീസിന് ഇവരെക്കുറിച്ച് ഒരു തുമ്പും കിട്ടാതെ പോലീസ് ഇരുട്ടിൽ തപ്പുകയായിരുന്നു. ഇതിൽ വലിയൊരു സുപ്രധാന തെളിവാണ് പുറത്തു വരുന്നത്. പോലീസിന്റെ മിന്നൽ പരിശോധന വർദ്ധിക്കുമെന്നും ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവരെ പിടിക്കുമെന്നും KP പോലീസ് സംഘം അറിയിച്ചു. ലോസ് ആൻഡോസ് മാളിന് സമീപത്തുള്ള റെസ്റ്റോറൻറ്റിൽ വെൻഡിംഗ് മെഷീനിലെ കൂൾ ഡ്രിങ്ക്സിൽ വിഷം കലർന്നു. ഇന്ന് രാവിലെ 11:30 കൂൾ ഡ്രിങ്ക്സ് കുടിക്കാൻ വന്ന ഇറ്റാലിയൻ ഫാമിലിയിലെ കെൻ എന്ന യുവാവ് വിഷം ഉള്ളിലെത്തി കുയഞ്ഞു വീഴുകയായിരുന്നു. സംഭവത്തിൽ പോലീസ് സേനയോ ഫുഡ് സേഫ്റ്റി സംഘമോ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. യുവാവ് ഗുരുതരാവസ്ഥയിൽ KP മെഡിക്കൽ കോളേജിൽ കഴിയുന്നു. സംഭവത്തിൽ കട പൂട്ടിക്കാൻ ഏതറ്റം വരെയും പോകുമെന്ന് ഇറ്റാലിയൻ ഫാമിലി. ലോസ് ആൻഡോസ് സിറ്റിയിൽ ന്യൂസ് റിപ്പോർട്ടറിനെതിരെ സർക്കാരിന്റെ ആക്രമണം. ഇന്നലെ രാത്രി 9:30 വൈറ്റ് ഹൗസിൽ പുതിയ പ്രസിഡന്റ് കാർട്ടോസുമായി വാർത്താ സമ്മേളനം വിളിക്കാനുള്ള കാര്യം സംസാരിക്കാനെത്തിയ റിപ്പോർട്ടർ KVP റോളക്സിനെതിരെ പുതിയ ഗവൺമെന്റിന്റെ അതിക്രമണം. പാവപ്പെട്ടവരെയും പട്ടിണി പാവങ്ങളെയും കൊലക്ക് കൊടുക്കാൻ നോക്കുന്ന കാർട്ടോസിന്റെ ഭരണത്തിനെതിരെ നാട്ടുകാരും പ്രതിഷേധിച്ചു തുടങ്ങി. കാർട്ടോസ് രാജിവെക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് സിറ്റിയിലെ പ്രമുഖ ഫാമിലികളായ ഇറ്റാലിയനും KSAയും പ്രസിഡന്റ് കാർട്ടോസിനെയും കൂട്ടരെയും അധികാരത്തിൽ നിന്ന് ആട്ടിയോടിക്കാൻ വേണ്ടി ഏതറ്റം വരെ പോകുമെന്നും സിറ്റിയിലെ ജനങ്ങൾ. ഇന്ന് രാവിലെ താൻ നേരിട്ട് കണ്ട ഞെട്ടിക്കുന്ന വിവരം മീഡിയ സാമ്പുമായി പങ്കിട്ട് കൂമന്റെ വിവരം നോക്കാം. കൂമൻ, എന്താണ് കണ്ടത്? പ്രേക്ഷകരുമായി പങ്കുവെക്കൂ. ഇവിടെ വെച്ച് ഡ്രഗ്സ് വാങ്ങുന്നത് കണ്ട് അത് പ്രേമിസ്റ്ററിന് വേണ്ടിയാണെന്ന് ശരീരമായിട്ട് ഞാൻ കണ്ടിരുന്നു. ഇത് പ്രേമിസ്റ്ററിന് വേണ്ടിയാണെന്ന് കുറച്ച് നാട്ടുകാർക്ക് സംശയമുണ്ട്. പ്രൈം മിനിസ്റ്റർ എത്രയും പെട്ടെന്ന് രാജിവെക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. കൂമൻ കോയ വെളിപ്പെടുത്തിയത് സുപ്രധാന തെളിവാണ്. ഡ്രഗ് ഡീലിങ്ങിന് ദൃക്സാക്ഷി പറഞ്ഞു കൂമൻ. നാണമുണ്ടോ സർക്കാരെ ജനങ്ങളെ പറ്റിച്ചു ഭരിക്കാൻ? ഈ സിറ്റി കട്ടുമുടിച്ച് പാവപ്പെട്ടവരെ കൊന്നൊടുക്കി അഴിമതിയാൽ അട്ടിമറിക്കപ്പെടുന്ന ഭരണം വേണ്ടെന്ന് ഉറക്കെ പ്രഖ്യാപിക്കാൻ
സ്വന്തം പ്രൈം മിനിസ്റ്ററോട് ഒരു പ്രസ് മീറ്റ് ചോദിച്ചതിന് തോക്കെടുത്ത് വെടിവെച്ചതിന് ചോദിക്കുക തന്നെ ചെയ്യും. ഒരു പട്ടിയെ കൊന്നാൽ ചോദിക്കാൻ മനുഷ്യരുള്ള ഈ രാജ്യത്ത് ഒരു മനുഷ്യനെ കൊന്നാൽ ചോദിക്കാൻ ഒരു പട്ടിയും വരില്ല എന്ന വിശ്വാസം എവിടെ നിന്ന് വന്നു? ആ ധൈര്യമാണ്, ആ വിശ്വാസമാണ് യുവർ ഓണർ ഈ നാട്ടിലെ രാഷ്ട്രീയം. ചോദ്യം ചോദിക്കുന്നവരെ നിശബ്ദരാക്കുന്ന രാഷ്ട്രീയം, വിരൽ ചൂണ്ടുന്നവരെ വിലങ്ങണിയിക്കുന്ന രാഷ്ട്രീയം. പക്ഷെ എത്ര നിശബ്ദരാക്കിയാലും ഏത് തുറങ്കിലടച്ചാലും ചോദ്യം ചോദിക്കുക തന്നെ ചെയ്യും, ഉത്തരം തന്നേ പറ്റൂ. കള്ളക്കഥകൾ പ്രചരിപ്പിച്ച് ജനങ്ങളെ പറ്റിച്ചും ആക്രമണം കാണിച്ചും പറ്റിച്ചും ഇവിടെ ഭരിക്കാം എന്ന് സ്വപ്നം കാണുന്ന കാർട്ടോസിന്റെ ഭരണത്തിനെതിരെ ഒരു നാടൊന്നാകെ തിരിഞ്ഞിരിക്കുകയാണ്. പ്രൈം മിനിസ്റ്റർ ഇതിന് ഉത്തരം തന്നേ മതിയാവൂ. വൻ ലഹരി മാഫിയ സംഘത്തലവനുമായി കൂടിക്കാഴ്ച മാളിൽ വെച്ച് കണ്ട ദൃക്സാക്ഷി വീഡിയോ ദൃശ്യവും പകർത്തി. വീഡിയോ ദൃശ്യം കൂടി പുറത്തു വന്നു. റിപ്പോർട്ടർമാരെ പുല്ലുവില കൽപ്പിച്ച് ആട്ടിയോടിക്കുമ്പോൾ സത്യം ഒരു നാൾ വിളിച്ചു പറയുന്നത് റിപ്പോർട്ടർമാർ തന്നെയാകുമെന്ന് ഓർക്കണം. റിപ്പോർട്ടർമാരെ അധിക്ഷേപിക്കുന്ന സർക്കാരെ നിങ്ങൾ കുത്തി നോവിച്ചത് ഒരു റിപ്പോർട്ടറെയാണ്. വാർത്താ സമ്മേളനം ആവശ്യപ്പെടുമ്പോൾ നിങ്ങൾ ഒഫീഷ്യൽ അല്ലെന്ന് പറഞ്ഞ് തള്ളിക്കളയുമ്പോൾ ഓർക്കണം. കണ്ട ലഹരി വിൽപ്പന നടത്തുന്ന സർക്കാരിനെ സപ്പോർട്ട് ചെയ്ത് അവർ ചെയ്യുന്നത് നോക്കി നിന്ന് നല്ല കാര്യങ്ങൾ മാത്രം പുറത്തുവിട്ട് സത്യങ്ങൾ മൂടിവെച്ച് ന്യൂസ് ഇടുന്ന നിങ്ങളുടെ ഔദ്യോഗിക റിപ്പോർട്ടറല്ല ഞാൻ. നാടിൻ്റെ രക്ഷയ്ക്കായി പച്ച സത്യങ്ങൾ കള്ളമില്ലാതെ വിളിച്ചു പറയുന്ന ഒരേ ഒരു റിപ്പോർട്ടിംഗ് ചാനൽ സാമ്പ് റിപ്പോർട്ടർ. കാർട്ടോസ് രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് സിറ്റിയിലെ പ്രമുഖ ഫാമിലികൾ പ്രതിഷേധിക്കുമെന്ന് ഉന്നയിച്ചു. ഹർത്താൽ പ്രഖ്യാപിച്ച് കാർട്ടോസിനെതിരെയുള്ള പ്രതിഷേധം തുടങ്ങുമെന്ന് ഫാമിലി ലീഡേഴ്സ്. ഇതോടെ വാർത്തകൾ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം. ക്യാമറമാൻ സിറ്റിക്കിനോടൊപ്പം KVP റോളക്സ് ഫ്രം സാമ്പ് റിപ്പോർട്ടർ.